ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ആട്ടോ. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കല്യാണത്തിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ, കാരണം ഫുൾ വീഡിയോസൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന കല്യാണത്തിന് തലേദിവസം രാവിലെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ വീട്ടിലത്തെ വണ്ടിയിൽ പോകാൻ പറ്റില്ല, കാരണം എല്ലാവരും കൂടി ഉള്ള കാരണം പോകാൻ പറ്റില്ല. അതുകൊണ്ട് ക്രൂയിസറും ഒരു ഓട്ടോയും ഒരു കാറും അങ്ങനെ ആയിട്ട് നമ്മൾ പോകുന്നത്. കാരണം കുറച്ച് ലോങ് ആണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. കൈപ്പുറം എന്ന് പറയും, കൊപ്പം പട്ടാമ്പി അടുത്താണ്. അപ്പോൾ നമ്മൾ അത്രയും ലോങ് ആയതുകൊണ്ട് 2 വട്ടം ട്രിപ്പ് അടിക്കാനൊന്നും നടക്കില്ല. അപ്പം നമ്മൾ ക്രൂയിസർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളെക്കാട്ടി കൂടുതൽ ലഗേജ് ആയിട്ട് ഉണ്ടായിരുന്നത്, കാരണം 2 ദിവസത്തെ ഡ്രസ്സും കാര്യമൊക്കെ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് മാമിൻ്റെ വീട്ടിലേക്ക്, മാമി മീൻസ് തന്നെ ഉമ്മാൻ്റെ ഏട്ടത്തി കേട്ടോ, നടക്കണം. വല്ല ഞങ്ങളിവിടെ നിന്ന് കരകയറി വരുന്ന വായിരുന്നു അത്രയും ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെന്നിട്ട് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വലിയ മാമൻ്റെ ഭാര്യ ഞങ്ങൾ പോകുന്ന തലേദിവസം പോയിരുന്നവരെ. അപ്പം ഇത് ഉണക്കസ്രാവ് അവിടെ മെയിൻ ഒരു അട്രാക്ഷനാണത്. ഇത് ചിക്കൻ ഫ്രൈക്ക് ഉള്ളതാണ് ഉച്ചക്കൊക്കെയുള്ള. അപ്പോൾ ഇത് ഉച്ചക്കൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടേബിളൊക്കെ നിരത്തുന്ന കേട്ടോ. അപ്പോൾ ഉപ്പയും മാമനും എല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഉപ്പൊക്കെ ഒരു മാസത്തെ ലീവിന് വന്നതാണ്, കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ചോറുന്നല്ല എൻ്റെ ചെക്കൻക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മാമൻ്റെ മോളും മാമനൊക്കെ കൂടി ഗ്രൂം ട്യൂബിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ളൊരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ കേക്കും സാധനമൊക്കെ വാങ്ങി. ഇതാണ് ചെക്കൻ്റെ റൂമിൽ ഒക്കെ ഒന്ന് ഒരുക്കുന്ന നേരത്തെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിർത്തണം. അതിൻ്റെ ഇടക്കാണ് ഇവരെ കുറച്ച് കോപ്പ് എൻ്റെ മൊബൈലിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ആ വീഡിയോ ആണ് മേലെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് റിസപ്ഷൻ്റെ ഡ്രസ്സാണ് അവിടെ. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ റൂം. നല്ല അടിപൊളി റൂം കേട്ടോ. അതൊക്കെ ഞാൻ വെച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് റൂം ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പിൽ വന്നാണ്. ഇതാണ് ഏട്ടത്തിൻ്റെ ഏട്ടത്തി ഹസ്ബൻഡ്. എൻ്റെ പറഞ്ഞിട്ടുള്ളത് ഏട്ടത്തിൻ്റെ വലിയ മോനാണ്. അവൻ കല്യാണം കഴിച്ചിരുന്നത് എൻ്റെ മാമൻ്റെ മോളെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ അമ്മ ഇപ്പുറത്ത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ കേക്ക് മയം തന്നെയായിരുന്നു കേട്ടോ. അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. കുറേ വീഡിയോസ് ഇതിലില്ല, ഷോർട്ട് വീഡിയോസിന് എടുത്ത കാരണം ഇത് കുറച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുട്ടികളെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മയിമാരാണ് കേട്ടോ. 4 അമ്മായിമാരാണത്. ഇത് 3ാമത്തെ അമ്മായി, 4ാമത്തെ അമ്മായി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇതാ കേക്ക് കൊടുക്കുകയും തിരിച്ചങ്ങോട്ട് കൊടുക്കുകയും അങ്ങനെ നല്ല രസമായിരുന്നു. നമ്മൾ ഓന് അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ട്യൂബ് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ വലിയ മാമനാണ്, ഇതിൻ്റെ ഉപ്പേട്ടാ. അങ്ങനെ അപ്പോൾ ഉപ്പയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓനക്കൊരു കഷ്ണം കേക്കൊക്കെ. അത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ നല്ല അടിച്ച് പൊളിച്ചായിരുന്നേ. അതിൻ്റെ ഇടയിൽ കൂടി ഞാനും പോയിട്ട് കൊടുത്തു, കാരണം അതിൻ്റെ കുറച്ച് നേരം ക്യാമറ എൻ്റെ കയ്യിലിരുന്നു, ഫോണിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ പിന്നെ അവനും ഞാനും പോയിട്ട് ഇതാ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ അവിടെ കേക്കിൻ്റെ മേടിച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായും എല്ലാവർക്കും മുറിച്ച് കൊടുത്തത് ഇതാൻ്റെ മൂത്താപ്പയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ കസിൻസുമാണ്. അങ്ങനെ അങ്ങോട്ടുള്ള 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി അടുത്ത തരുണിമണികളാണ് ഇവർ. ഇത് ഞങ്ങൾ ബേബിയാണ്. അപ്പോൾ ഓന് നല്ല ശീലത്തിലുണ്ടായപ്പോൾ ഓനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. നമ്മൾ ഫുഡ് അവിടെ നിന്നിട്ട് കഴിച്ചിട്ട് ഞാനും ഉമ്മയും അനിയത്തി പിന്നെ ഓൻ്റെ ജ്യേഷ്ഠ ഭാര്യമാർ അങ്ങനെ കുറച്ച് പേര് മനനിൻ്റെ ഹസ്ബൻഡൊക്കെ കൂടി നമുക്ക് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതായിരുന്നു. കല്യാണത്തിന് അന്നിടാനുള്ള ഡ്രസ്സ് നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോയതായിരുന്നു. അപ്പോൾ ദണ്ടോളം പോയി നമ്മളവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഉച്ചയ്ക്ക് പെണ്ണിൻ്റെ വീട്ടിലാണ് നമുക്ക് കല്യാണം ഉള്ളത്. ഇവിടെ റിസപ്ഷനാണ് ഉള്ളത്. ഉമ്മാൻ്റെ വേഷത്തിന് വിട്ട് റിസപ്ഷൻ. ഞങ്ങളിതാ ഒരുമിച്ചിട്ട് അങ്ങോട്ടാട്ടോ പോകുന്നത്. കാരണം വലിയ വണ്ടി ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ക്രൂയിസറൊക്കെ പുറത്തല്ല. അപ്പോൾ നമ്മൾ റോട്ടിൽ നടക്കാട്ടോ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് പോയാൽ മതി പെണ്ണിൻ്റെ വീട്ടിൽ. നല്ല അടിപൊളി കല്യാണം തന്നെ കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇപ്പോൾ വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടെ നല്ല തിരക്കാണ്. ഫുഡ് കഴിക്കുന്നോട്ട് റഷ് ഉണ്ട്, കാരണം അവളെ വീട്ടിലത്തെ ആൾക്കാരും നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡും നല്ല സർവീസ് ചെയ്തു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസേർട്ടിൻ്റെ ഭാഗത്ത് കണ്ട് വന്നപ്പോൾ നല്ല ഇളനീർ പുഡിങ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം പായസം അടിച്ചിട്ട് ഞാൻ ഒന്ന് ബേക്കടിച്ച് പിന്നെയാണ് ഇത് അറിഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പെണ്ണിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചെന്നപ്പോൾ അവിടെ അവളെ ഉപ്പ ഓനെ എത്തി ചെറുക്കുന്നൊരു രംഗമുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളൊക്കെ ടയർഡായി. ഓള് ഭയങ്കര ആ പിന്നെ അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നല്ല ചൂടൊക്കെ അല്ലേ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകുന്നായിരുന്നു കേട്ടോ. കാരണം നമുക്ക് റിസപ്ഷൻ ഒരുങ്ങാണ്ടായിരുന്നു. കാരണം ഓൾ വരുന്ന മുന്നേ ഒരുങ്ങിയിട്ട് പിന്നെ നമുക്കൊന്നും ഒരുങ്ങാനില്ല. കാരണം ഓളും കൂടി ഡ്രസ്സ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. ഓൾറെഡി ഓൾ മേക്കപ്പ് ചെയ്തിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരത്തിന് നമ്മളൊന്നും ചെയ്തില്ല. കാരണം അത് അയച്ച് പിന്നെ അത് നമ്മൾ തലക്കുന്ന എടുക്കുമ്പോൾ സംഭവം റിസപ്ഷൻ കഴിയാനാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേതാ അവളെ വീട്ടിൽ കയറ്റുന്ന രംഗാട്ടാവും. അപ്പോൾ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നു. കാരണം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഒരു കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. ലേറ്റ് ആയിക്കുന്നത്. ഞങ്ങളെല്ലാവരും റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ പോപ്പറൊക്കെ പൊട്ടിക്കാൻ പിള്ളേർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. അവളിവിടുത്തെ പോയിട്ട് കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ആദ്യം ഒരു കുറച്ച് മുന്നേ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ തലേ ദിവസം അവർക്ക് കൊണ്ട കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ആ പോപ്പറൊക്കെ പൊട്ടിച്ച് നമ്മളവളെ സ്വീകരിക്കണം. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലിട്ടിട്ടില്ല, ഇത് കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവളുടെ ഏട്ടത്തി അവളെ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പം അങ്ങനെയുള്ളതിൻ്റെ മാമൻ്റെ മോളെയാണ് കേട്ടോ. നമ്മുടെ ഏട്ടത്തിൻ്റെ മൂത്ത മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് വീട്ടിലൊക്കെ ആയിട്ട് അതിന് സ്റ്റേയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ വീട്ടിൽ കയറ്റി പിന്നെ വേഗം പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവരോടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നു. അവന് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടി പിന്നെ ഓളൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞാനും മാമൻ്റെ മോളും പിന്നെ എൻ്റെ കസിൻ്റെ വൈഫും തന്നെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഓനൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് നല്ല ചൂടല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓന് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തെടുത്ത് ഇത് ഈ വീഡിയോ പിന്നെ കണ്ടാൽ പിന്നെ എടുത്തിട്ട് പെരുമാറിനോട് ഇടരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനിതിൽ ആഡ് ചെയ്തോളൂ. പിന്നെ അതാണ് ഉണ്ടാവുക റിസപ്ഷൻ്റെ ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഓളെ നമ്മൾ എത്തിപ്പെട്ടു സ്റ്റാർട്ട് ചെയ്ത് ടച്ചപ്പ് ചെയ്തിട്ടാണ്. പിന്നെ അതിനുള്ള ടൈമില്ലായിരുന്നു. കാരണം ഒരു എത്തിപ്പ് തന്നെ നല്ല ലേറ്റ് ആയിരുന്നു. ഇവിടുന്ന് ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഓളെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയാനായിട്ട് കോള് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോകട്ടോ. അവിടെ പോയിട്ടുള്ള പിള്ളേർ അടിപൊളിയായിട്ട് പിള്ളേരെല്ലാം നോക്കി കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ചെയ്താണ്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫുഡ് ചെയ്യുന്നുണ്ടാവും. അടിപൊളി ഫുഡ് ചെയ്യുന്നു. അപ്പോൾ അപ്പോൾ അവർ ഫുഡേക്കിൻ്റെ ഇതാട്ടോ. അപ്പോൾ ഇഷ്ടത്തന്നെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കല്യാണ വിശേഷം. അപ്പോൾ അന്ന് രാത്രി ഒഴിച്ചു പോകുന്നുണ്ടായിരുന്നു.